അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് 1:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഉച്ചയ്ക്ക് ഞാനിന്ന് കുറച്ച് വഴുകി. രാജേട്ടന് പെരിന്തൽമണ്ണ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കൈ കാണിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കൂടെയാണ് തിരിച്ച് ഞാൻ പോയിട്ടുള്ളത്. അങ്ങനെ ഇളയച്ചി കേട്ടോ പോയത്, ഒപ്പം ചെറിയ ഇളയച്ചിയും കൂടെ കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവരങ്ങനെ പോയി വന്നു. അപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ നോടി തിരുമ്പാനൊക്കെ ഉണ്ടാകട്ടെ. ചോറിട്ടില്ല, ഞങ്ങളവിടെ ചായ കുടിച്ചു കടയിൽ. അതാ നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഉള്ള വെയിൽ നല്ല ചൂടുള്ള വെയിലാണ്. ഞാൻ കുറേ നമ്മുടെ ഉമ്മത്തൊക്കെ തോറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുമ്പോൾ ഞാൻ കുറേ ദിവസമായി രാജേട്ടനോട് മാങ്ങ കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടാൽ മേടിച്ചുകൊണ്ട് വരണം. നമ്മളങ്ങനെ മേടിക്കില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് 12-ാം തീയതി അല്ലേ, കർക്കിടക ഇന്ന് 12 അപ്പോൾ തറവാട്ടിലൊക്കെ പോയപ്പോൾ അച്ഛനോട് ചോദിച്ചു, എന്താ മാങ്ങ മധുരം ഉണ്ടാകുന്നോ അറിയില്ല. അച്ഛൻ പറഞ്ഞു ഇന്ന് ചിക്കനൊക്കെ മേടിക്കാൻ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞു. എന്താ അറിയില്ല, എന്താ സ്പെഷ്യലെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഇപ്പം ഒന്നും വല്ലാണ്ടല്ല കേട്ടോ. ഉച്ചയ്ക്ക് ഇപ്പം എന്താ ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചാൽ കാണിച്ച കറി ഞാൻ വെറുതെ നമ്മുടെ കുമ്പളങ്ങയല്ലേ, കുമ്പളങ്ങയും പീച്ചിക്കൊക്കെ കൂടെ ഒരു കറി വെച്ചതാ, പരിപ്പൊന്നും ഇടാണ്ട്. ഇന്നലെ പിന്നെ സാമ്പാറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് അതേ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ ഉപ്പേരി, കായപ്പേരി. നമ്മളിവിടെ വാഴ പൊട്ടിച്ചടിയിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കായണ്ട് ഉപ്പേരി ഉണ്ടാക്കി. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ കിടക്കണുണ്ടല്ലേ, രാവിലെ അമ്മ ഇപ്പോൾ ക്ലാസ് ഉണ്ട്, അവർ പോയിട്ടുണ്ട്. കുറേ കഴുകാനുള്ള നമ്മൾ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത പരിപാടികൾ ചോറിൻ്റെ കഴിഞ്ഞിട്ട് തുടങ്ങണം. അപ്പം ഇനി ചോറിനിട്ട് കേട്ടോ. ചോറിനിട്ട് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഉള്ള, നോമ്പ് മുറിക്കുമ്പോൾ എന്താ സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി ചോറിനിട്ടെ. അപ്പോഴേ നല്ല വെയിലാണ് ഉച്ചയ്ക്ക്. ഞാൻ ഉച്ചയ്ക്ക് ചോറിനായിട്ട് കിടന്നൊന്നുമില്ല, തിരുമ്പിട്ടു. നമ്മുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഉണ്ടല്ലോ തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിരുന്നു കേട്ടോ. എന്താ ചെയ്യണം കേട്ടോ, കസേര ഫുള്ളുണ്ട്. ഇനി ഇതൊക്കെ മടക്കി വെക്കണം കേട്ടോ. അങ്ങനെ നല്ല ഉണങ്ങി കെട്ടിയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഒരു സമാധാനം കേട്ടോ. മുറ്റൊക്കെ വലിഞ്ഞ് നല്ലതായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ 12-ാം തീയതി നോമ്പ് മുറിക്കാച്ചിട്ടേ മക്കളും ഞങ്ങളൊക്കെ ഭയങ്കര ഇതിലാട്ടോ. രാജേട്ടൻ പറഞ്ഞ നാളെ മതിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിക്കൻ കൊണ്ടുവരുമെന്ന് അറിയില്ല, ചിലപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് പണിയില്ല, അതുകൊണ്ടൊക്കെ പാടെയായിരിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം എന്നാലും ഞാൻ ചെയ്തു, ഇത്തിരി ഉള്ളിയൊക്കെ നേരേക്ക് വയ്ക്കുക. കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാം, ഉള്ളി പഴറ്റിയിട്ടുണ്ടാക്കാം. അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടുവന്നാൽ ഇതാക്കാമല്ലോ. അപ്പം ഞാനെന്ത് പറയുമോ, ഒരു കഷ്ണം പൂളുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കാച്ചു. ഇനി ചിക്കൻ കൊണ്ടുവരികയാണെങ്കിൽ അതിന് കുറച്ച് മാറ്റിയിട്ട് എന്തെങ്കിലും അത് കൂടെ ഇട്ടിട്ടുള്ള ചിക്കൻ കപ്പ ബിരിയാണി അറിയില്ലേ, അതെങ്ങനെയൊക്കെ അതിലിട്ട് ഇതാക്കി മിക്സാക്കിയത് ബിരിയാണിയായി. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടേ അത് വേവിച്ചൊക്കെ വയ്ക്കാം. പിന്നെ അതൊക്കെ നേരെയാക്കി സെറ്റാക്കി വയ്ക്കാം. അവർ കുന്നക്കാവ് കൂടെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുന്നക്കാവ് അവിടെ വീട്ടിൽ തറവാട്ട് പോയി വരുമ്പോഴേക്കും കുറച്ച് നേരം വഴുകുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ വേഗം ഗ്യാസും ഉണ്ടാക്കാമല്ലോ. കറിയൊക്കെ ഉച്ചയ്ക്ക് ഉണ്ട്. പിന്നെ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളവിടെ. ഇതായിട്ടില്ല, ആവണേ ഉള്ളൂ. മറ്റേ ഒരുപാട് പണികളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വൃത്തിയാക്കണം. പിന്നെ ഇതുണ്ടോ നമ്മുടെ ആ വീണ വാഴക്കൊല ഇല്ലേ, അതിവിടെ കെട്ടിച്ചു. മറ്റേത് അകത്തും അവിടെയൊക്കെ ഇവിടെയൊക്കെ ചാരി വയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരുമാതിരി പ്രാണികൾ അരിച്ചിട്ടേ കുറച്ച് ഭാഗം ഞാൻ ഉപ്പേരിക്ക് മാറ്റി വെച്ചു, ബാക്കി ഞാൻ ഇവിടെ അങ്ങനെ വെച്ചു. എന്നാൽ ഇവിടെ നിന്ന് ഈ ഒരു പുകല ചൂട് തട്ടുകയും ചെയ്യും, പഴുക്കുമ്പോൾ അങ്ങനെ എടുക്കാമല്ലോ. കുറച്ച് ചാക്ക കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇനി എന്തോ അമ്പുട്ടി ഒച്ചേക്കെന്ന് പറഞ്ഞപ്പോഴേ അത് നല്ല കാടല്ലേ, നമ്മളതിലേ പന്നികൾ വരാറുണ്ട് കേട്ടോ. ഒരു പന്നികളെ ഒച്ച ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കുമല്ലോ അവർ. അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട്, ഉള്ളിലേക്ക് വേഗം പോവുക. ചിലപ്പോൾ ഞാൻ ഓടി വന്നാൽ കഷ്ടകാലം പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ.
ചിക്കൻ എങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ. അപ്പോഴേക്ക് കൂടാവും ചെയ്യും. ഉണ്ടാക്കട്ടെ. ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മളിതാ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേഗം ഉണ്ടാക്കട്ടെ. നമ്മൾ കൂടെ നിന്നു ഇത് വേഗം കഴുകിയിട്ട് ഉണ്ടാക്കാം. നമുക്ക് കഴുകട്ടെ. ഇതെന്ത് പലഹാര? ഇതിൻ്റെ പേരെന്താണ്? അതിനൊന്ന് നോക്കട്ടെ. ഇത് മസാലയുള്ളൂ. നിങ്ങൾ കഴിക്കണതിൽ മുട്ടുണ്ടോ? ഇങ്ങനൊരു പലഹാരം അനിയൻ കൊണ്ടുവന്ന കേട്ടോ. മറ്റേ അതിലൊക്കെ മുട്ടുണ്ട്. എനിക്ക് കിട്ടിയതിനുള്ളിൽ മസാല മാത്രമേ ഉള്ളൂ. രാജാവിൻ്റെ അനിയന്മാർ രണ്ടോളും ബേക്കറിയാണ്. പപ്സ്, കട്ട്ലറ്റ്, അതുപോലെ ചിക്കൻ റോള് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇങ്ങനൊരു പലഹാരം ഞാൻ അതിൽ കേട്ടോ. മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു പരത്തിയിട്ട് പത്തിയുടെ പോലെ മടക്കി വെച്ച സാധനം പോലെ എണ്ണയിൽ രസമുണ്ട്. അപ്പം അതിന് സമയം കഴിയാതെ ഇതൊക്കെയായിരുന്നു സമയം. ഇത് വേഗം ഉണ്ടാകട്ടെ. കഴുകട്ടെ. ഗ്യാസുമ്പോൾ തന്നെ വേഗം വെക്കുന്നവരൊക്കെ അതാവുള്ളൂ. നമ്മുടെ ചിക്കനിൽ കഴിഞ്ഞു. അമ്മൂട്ടി മയോണൈസ് ഉണ്ടാക്കിയെടുത്തോ. ഇപ്പോൾ ഓയിലൊക്കെ കഴിഞ്ഞത് പൊങ്ങി വന്നിട്ടില്ല. കുറച്ചും കൂടെ അച്ഛൻ്റെ വണ്ടിയുടെ ചാവി ഇതവിടെ വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് നമ്മൾ മല്ലിയും പറഞ്ഞില്ല മേടിച്ചിട്ട് ഇങ്ങനെ പൊടിച്ച് വയ്ക്കലാണ്. പണ്ടൊക്കെ വയ്ക്കില്ലേ മല്ലി കറുത്തച്ച അതുപോലത്തെ ഒരു മണം കിട്ടും. പിന്നെ ഉപ്പ് കുറച്ചിട്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം അല്ലേ. ഉണ്ടാക്കാം. നമ്മളെ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ വെളിച്ചെണ്ണ. മേടിച്ചെടുക്കുക. ഇതിന് ഇങ്ങനെ ഒരു കുപ്പിക്ക് 210 രൂപ. ഇവിടെ നല്ല വെളിച്ചെണ്ണ കേട്ടോ. നമ്മുടെ എണ്ണ അതുപോലെ നല്ലെണ്ണ അല്ലേ, നല്ലെണ്ണ, വെളിച്ചെണ്ണ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ പൊടികളുണ്ട്. സാമ്പാർ പൊടി ഇല്ലാതെ അവിടുന്ന് കിട്ടും. അപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാൽ കേട്ടോ. ഇപ്പോൾ ഓയിൽ കഴിഞ്ഞു. ഇപ്പോൾ അത് ആ മയോണൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറേ കഴിഞ്ഞു. കുറച്ച് ഉലുവ കുറച്ച് ഉലുവ പൊട്ടുണ്ട്. കാണോ? ഇനി എന്ത് ചെയ്യാറിയോ, നമ്മൾ ഈ ചിക്കനൊക്കെ ഇതിലൊക്കെ ഒന്നും വേവില്ലേ, ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു ചട്ടിക്ക് മാറ്റിയിട്ടാൽ എന്നിട്ട് നമ്മൾ ആ വേവിച്ച് വെച്ചിട്ട് പൂള അതും കൂടെ വെച്ച് നമുക്ക് പൂള ബിരിയാണി പോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഒക്കെ കൂടെ ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വാഴ വെക്കാം. അപ്പോഴേക്ക് നമ്മൾ ഇതുണ്ടല്ലോ നല്ലപോലെ കൈ കൊണ്ട് മസാജ് ചെയ്ത് വെക്കാം. ഉപ്പും മുളകൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ചിക്കൻ കറി ആവാൻ വേണ്ടി കാവലിരിക്കുന്ന ഒരാളെ കാണിച്ചു തരട്ടെ. അതാ സുന്ദരി ആവട്ടെ. ഓ ക്യാമറയ്ക്ക് ഇതാക്കിയാണ് വെക്കണേ. അവിടെ ഇവിടുന്ന് ഓടി വന്നു. രാജേട്ടൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടാൽ ഇവരൊക്കെ ഇവിടെ വന്നിട്ട് മറ്റേ കോഴി പൊരിഞ്ഞ് കിടക്കുക. അവിടെ ഓടി വരും എന്തേലും കിട്ടിച്ചിട്ടേ. അപ്പന് ഇത് നല്ലപോലെ സെറ്റാണ്. അപ്പോഴും കോഴിയൊക്കെ വാടുമ്പോഴേക്കും അത് നല്ല രീതി കാല് കളയാം. അപ്പം ഇവിടെ കയറി ഇവിടെ തക്കാളി ഇടാം. നമ്മൾ നേരം മെഴുകി വെക്കുന്ന സമയത്ത് ഈ ഉള്ളി ഇതൊന്നും വളരില്ല. അപ്പം ഭയങ്കര താമസമാവും. സമയം ഒരുപാടായിരുന്നു. കറിവേപ്പിലിടാം. എഴുതിയിട്ട് കറിവേപ്പിലിടാം. അപ്പം കൂടുതലിടാം. അല്ല ആർപ്പാടായിട്ടിടാം. നല്ലപോലെ വഴണം.
ഇതൊക്കെ കൂടെ വഴലാനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. തൽക്കാലം അടച്ചിട്ടാൽ ഇതൊക്കെ അടച്ച് വെക്കുന്ന ഒന്നും ഇങ്ങോട്ട് ഇതായിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിടുക, ചിക്കനിടാം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വഴന്ന് വെക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുക. ശരിക്കും പറഞ്ഞാലേ എന്താ പറയുക, അങ്ങനെ ഒരു പൂതിയാവലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഈ മക്കളുണ്ടല്ലോ, അത് ഫോണിൽ ഓരോന്ന് ചിക്കൻ കഴിക്കുന്ന കണ്ടിട്ടേ അതിൻ്റെ പൂതിയാവുക എനിക്കും കൂടെ കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ക്ഷമ ഇതാവട്ടോ, കൺട്രോൾ ചെയ്യും. അതൊന്നും കാണണമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇത് കുറച്ച് നമുക്ക് വേറെയോ മറ്റേ ഗരം മസാലപ്പൊടി ഇല്ലേ, ഗരം മസാലപ്പൊടി ഇല്ല, ഒരുപാട് ഇങ്ങനെ പൊടിച്ച് കഴിക്കില്ല. ഗരം മസാലപ്പൊടി ഇടുക. ചിക്കൻ മസാലപ്പൊടി ഇല്ല, അത് മതി. അല്ലാണ്ട് വഴലൊന്നും വേണ്ട. ഇപ്പോൾ വേവുമ്പോൾ അതിൻ്റെ കൂടെ വേണ്ട. നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇളക്കിട്ടേ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറി നിന്ന് മാറ്റിയിട്ട് അതൊന്നല്ല, ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ അത് ഈ അരവൊക്കെ പാടെ ഇതിലേക്ക് മിക്സിയിൽ അരവിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതേ നല്ലപോലെ വേകട്ടെ. അത് വെന്തിട്ട് നമുക്ക് ഈ ചീനച്ചട്ടിക്ക് കുറച്ച് മാറ്റാം. മാറ്റിയിട്ട് പൂളെ കട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പം തന്നെ സമയം ഒരുപാടായി. പിന്നെ ഇനി വേഗം നോക്കട്ടെ, പിന്നെ വെച്ചാൽ വേഗം ആവട്ടെ. ഞാനേ നമ്മളെ ഈ ചിക്കൻ ഇതൊന്ന് കുറച്ച് ഇതിലേക്ക് മാറ്റിയിട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം കൂടെ കൊണ്ട് രാജൊന്നും കഴിക്കില്ല കേട്ടോ, ഗ്യാസ് അല്ലേ പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചു. കുറച്ച് കുരുമുളക് പൊടി ഇടാം, ഗരം മസാലപ്പൊടി കറക്റ്റാണ്. പിന്നെ നമ്മളെ പൂളല്ലേ ഇത്ര കേട്ടോ പൂളുള്ളത് ഇടാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞു കേട്ടോ, കപ്പ ബിരിയാണി ഇങ്ങനെ നല്ലതൊന്നും ഉണ്ടാക്കുക അറിയില്ല. അതുവരെ ഉണ്ടാക്കാത്തൊരു സമയം. ഇനി ഇതിലും കൂടെ ഒന്ന് കുറച്ച് മല്ലിച്ചപ്പിടാം. മല്ലിച്ചപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കും. ആ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ മണമൊക്കെ അതിലേക്ക് പിടിക്കും. അടച്ചു വെച്ചിട്ട് എടുത്തു. ഒരു മിനിറ്റ് നിർത്തി. അതാ നമ്മൾ ഈ സംഭവം സെറ്റായി നോക്കി അടി പിടിക്കും. കൂടെ ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കേട്ട ആൾക്കാരൊക്കെ ചീത്തറയുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയല്ലോ. രാത്രിയല്ലേ, പകലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുണ്ടെങ്കിലും കുറച്ച് തന്നെ കഴിക്കാതിരിക്കും. അത് രാത്രിയാവുകൊണ്ടേ
കേട്ടോ. ഉണ്ടായിരുന്നു ഞാൻ ആ ബിരിയാണി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ എന്തായാലും ഉണ്ടല്ലോ. അതിന് കൊടുത്തു ഉച്ചയ്ക്ക് തരാട്ടോ, ഇപ്പം തരാം. അപ്പോൾ ആ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. 9:30 സമയം വഴുകി. അപ്പോൾ എന്തൊക്കെ അവിടെ കൊണ്ടാക്കട്ടെ. അമ്മുട്ടി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ സെറ്റാക്കില്ലേ, എന്താ പറയുക, 2 കോഴിമുട്ടയും കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഇപ്പം എന്താ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് സുറുക്കല്ലേ നമ്മുടെ സുറുക്ക, പിന്നെ സൺഫ്ലവർ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലെ അപ്പൂസിനെ കൊണ്ട് കൊണ്ടുവച്ചു. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോഴാണ് അത് ആ കട്ടകട്ടയായി വരുന്നത്. നല്ലപോലെ വേണം സൺഫ്ലവർ ഒഴിക്കും. അപ്പോൾ ഇതായി. പിന്നെ ഞാനെന്ത് ചെയ്തറിയോ, വാഴ മുറിച്ചപ്പോഴേ അതിൻ്റെ ഇലയില്ലേ, തള്ളിയുടെ ഇല ഇട്ടത് നമുക്ക് ആ കപ്പ പൂള ബിരിയാണി ഇല്ലേ അതിടാൻ വേണ്ടിയിട്ട്. ഇലയിലാകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് വിളമ്പി സെറ്റാക്കി വയ്ക്കാം. അപ്പം അതാ ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇത് വിളമ്പ എല്ലാവർക്കും. ചൂടുണ്ട്, സമയം 9:30 കഴിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ പ്ലേറ്റ് വണ്ടി കേട്ടോ. കറി ഉണ്ടാക്കിട്ടോ. കറി ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം കമ്മിയായി പോയി. പപ്പടം ഉണ്ടാവില്ല, പപ്പടം ആകെ ഉണ്ട്. അപ്പം അത് രാജന് ഉപ്പേരിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അമ്മൂട്ടീൻ്റെ സ്പെഷ്യല് മയോണൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൂട്ടി കഴിച്ചോ കേട്ടോ. ചൂടാണ് കേട്ടോ. അതൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കർക്കിടക മാസം 12-ാം തീയതി ആയപ്പോൾ 12 ദിവസം നോമ്പെടുത്തുള്ളൂ. രാമായണ വായനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസം കൊള്ളും. ഇതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ രാമായണ വായനൊന്നും ഇല്ല കേട്ടോ. അതിന് 12 ദിവസം എത്തിച്ചു. ഇനിയിപ്പോൾ അടുത്ത് തുടങ്ങാറായി. തുലാമാസം പകുതി ആകുമ്പോഴേക്കും നമ്മൾ മലയ്ക്ക് പോകണം, നോമ്പ് തുടങ്ങും. അത് കഴിയുമ്പോഴേക്കും മകരത്തിന് നോമ്പ് തുടങ്ങും. തേർപ്പൂജയുടെ പഴനിക്ക് പോകണ്ടേ. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. അത്രയേ ഉള്ളൂ.